ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന, ആഹ്ലാദം പകരുന്ന ഒരു ചിന്ത, ദൈവം ഈ ഭൂമിയിൽ അവതരിക്കാൻ ഒരു കുടുംബത്തെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു എന്നുള്ള സന്തോഷം പകരുന്ന ചിന്തയാണ്. കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കാൻ, ഈശോ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്യാൻ ഒരു കുടുംബത്തെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചു എന്നുള്ളത് ഏറെ നമുക്ക് ആനന്ദം പകരുന്ന, ആഹ്ലാദം പകരുന്ന ഒരു ചിന്തയാണ്, ധ്യാനമാണ്. ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചേക്കാം, കുടുംബത്തിലല്ലാതെ എങ്ങനെയാണ് ദൈവപുത്രന് വന്ന് പിറക്കാൻ സാധിക്കുക എന്ന്. തീർച്ചയായും കുടുംബമില്ലാതെയും പിറക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് പിറക്കുക ദൈവത്തിന് സാധ്യമാണ്. പുരാതന ഇതിഹാസങ്ങളിലെ സങ്കല്പങ്ങളൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതര മതങ്ങളിലെ ഈശ്വരാവതാര സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത്തരം ചിന്തകൾ വളരെ ശക്തമായി അവിടെ നിഴലിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആകാശവാതിലുകൾ തുറന്ന് താഴേക്ക് പറന്നിറങ്ങുന്ന ദേവസങ്കല്പങ്ങൾ, ജലവിധാനത്തിലൂടെ ഒഴുകി വരുന്ന ദേവസങ്കല്പങ്ങൾ, കുതിരപ്പുറത്ത് അല്ലെങ്കിൽ അശ്വാരൂഢനായി കടന്നു വരുന്ന ദേവസങ്കല്പങ്ങൾ, അതുമല്ലെങ്കിൽ തൂണ് പിളർന്നും കല്ല് പിളർന്നും ഈ ഭൂമിയിൽ അവതരിക്കുന്ന ദേവസങ്കല്പങ്ങളൊക്കെ പുരാണ ഇതിഹാസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ഇതാ ദൈവം ഒരു മനുഷ്യക്കുഞ്ഞായി, തീർത്തും നിഷ്കളങ്കനായ, അല്ലെങ്കിൽ തീർച്ചും നിസ്സഹായനായ ഒരു കുഞ്ഞായി ഈ ഭൂമിയിൽ ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കുന്നതായി നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നോക്കുമ്പോൾ ദൈവിക രക്ഷാകര പദ്ധതിയിലെ അവിഭാജ്യ ഘടകമായ കുടുംബം ദൈവിക സംവിധാനമാണ് എന്ന ബോധ്യം നൽകുന്ന, ആഴത്തിലുള്ള ബോധ്യം നൽകുന്ന ഒരു ചിന്തയാണ് ഇത്. ദൈവിക രക്ഷാകര പദ്ധതിയിലെ അവിഭാജ്യ ഘടകമായ കുടുംബം അത് ദൈവിക പദ്ധതിയുടെ തന്നെ ഭാഗമാണ് എന്ന, ഏറ്റവും ശക്തമായ ഭാഗമാണ് എന്ന ചിന്തയാണ് ഇത് നമുക്ക് സമ്മാനിക്കുക. ദൈവം ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന ചിന്ത. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കാം. കുടുംബം അത് ദൈവിക സംവിധാനമാണ് എങ്കിൽ, അതൊരു ദൈവവിളിയാണ് എങ്കിൽ, കുടുംബജീവിതാന്തസ്സിലേക്ക് വിളിക്കപ്പെടുന്നവർ, ദാമ്പത്യ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നവർ എത്രയോ പവിത്രമായി, എത്രയോ വിശുദ്ധമായി തങ്ങളുടെ ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള വിളിയും ക്ഷണവും കടമയും കടപ്പാടുമൊക്കെ സ്വീകരിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ പ്രബോധനങ്ങളെക്കാളും അധികമായി മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിക്കുന്നത് ജീവിത മാതൃകകളായതിനാൽ, മാതൃക നൽകി കടന്നുപോയ വിശുദ്ധ കുടുംബങ്ങളെ, തിരുക്കുടുംബങ്ങളെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ഏതാനും നിമിഷം പരിശ്രമിക്കാം. വിശുദ്ധരെ വിരിയിപ്പിച്ച കുടുംബങ്ങൾ, വിശുദ്ധരെ വിരിയിപ്പിച്ച കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയിൽ ഒരുപാട് വിശുദ്ധാത്മാക്കളുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വിശുദ്ധർ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി കത്തോലിക്ക തിരുസഭയിലുള്ള കാര്യം നമുക്കറിയാം. ഈശോയിൽ സ്നേഹമുള്ളവരെയും, ഒത്തിരിയേറെ വിശുദ്ധർ വളരെയധികം പ്രസിദ്ധരാണ്. ഇങ്ങനെ പ്രസിദ്ധരായ വിശുദ്ധരെ നമുക്കെല്ലാവർക്കും അറിയാം. ലോകം മുഴുവനും അൾത്താരയിൽ വണങ്ങപ്പെടുന്ന, നമ്മളെല്ലാവരും മിക്കവാറും ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥം തേടുന്ന അനേകം വിശുദ്ധർ. എന്നാൽ ഈ വിശുദ്ധരെ വിരിയിപ്പിച്ച കുടുംബത്തെ നമുക്ക് പരിചയമുണ്ടോ? മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, ഈ വിശുദ്ധരുടെ ഹൃദയത്തിൽ വിശുദ്ധ ബീജം നിക്ഷേപിച്ച, വിശുദ്ധിയുടെ വിത്ത് നിക്ഷേപിച്ച, പ്രാർത്ഥനയുടെ നനജലം ഒഴിച്ചുകൊടുത്ത്, സുഹൃത ജീവിത മാതൃകയുടെ വളമിട്ടുകൊടുത്ത് അവരെ വളർത്തി വലുതാക്കി വിശുദ്ധിയുടെ ചെടിയായി, വിശുദ്ധിയുടെ മരമായി, വിശുദ്ധിയുടെ വടവൃക്ഷമായി, അതിൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ആത്മീയ നന്മകൾ വർഷിക്കുന്ന
വിശുദ്ധിയുടെ മരമാക്കി അവരെ വളർത്തിക്കൊണ്ടുവന്ന വിശുദ്ധരായ മാതാപിതാക്കളെ നമ്മൾ അറിയുമോ? തിരശീലയ്ക്ക് പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ കലാകാരന്മാരെ നമ്മൾ അറിയുമോ? പ്രിയപ്പെട്ടവരെ, ഏതൊരു കലാരൂപവും ഒരു സ്റ്റേജിൽ അരങ്ങേറുമ്പോൾ, അരങ്ങിൽ കലാകാരന്മാർ ആടിത്തിമർക്കുമ്പോൾ, ജനക്കൂട്ടം അവരുടെ പെർഫോമൻസ് കണ്ട് കൈയടിക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക, അണിയറയിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന കുറേ അദൃശ്യരായ അറിയപ്പെടാത്ത കലാകാരന്മാരുണ്ട്. ഏതൊരു കലാരൂപത്തിലും നമുക്ക് ഇത് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന വ്യക്തികൾ ഇതാ സ്റ്റേജിൽ അരങ്ങിൽ ആടിത്തിമറക്കുമ്പോൾ അണിയറയിൽ അത്യധ്വാനം ചെയ്യുന്ന ഒത്തിരിയേറെ കലാകാരന്മാരുണ്ട്. അവരുടെ അധ്വാനമില്ല എങ്കിൽ, അവരുടെ പരിശ്രമമില്ല എങ്കിൽ അരങ്ങിൽ ആടിത്തിമർത്ത് വിജയിക്കുക കലാകാരന്മാർക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഭൗതികമായ യാഥാർത്ഥ്യം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഊഹിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന, സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന കലാകാരന്മാരെ മാത്രമേ നമ്മൾ നേരിട്ട് കാണുന്നുള്ളൂ, നമുക്ക് പരിചയമുള്ളൂ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൈയടിക്കാറുള്ളത്. എന്നാൽ ഒരു സിനിമയാകണമെങ്കിൽ, അത് ഏറ്റവും മനോഹരമായ രീതിയിൽ വിജയിക്കണമെങ്കിൽ അണിയറയിൽ അധ്വാനിക്കുന്ന കരങ്ങൾ എത്രയോ കരങ്ങളാണ്. അണിയറയിൽ അധ്വാനിക്കുന്ന വ്യക്തികൾ എത്രയോ വ്യക്തികളാണ്. അണിയറയിൽ അധ്വാനിക്കുന്നവരുടെ കഴിവും കപ്പാസിറ്റിയും, അണിയറയിൽ അധ്വാനിക്കുന്നവരുടെ പരിശ്രമവും അവരുടെ ടാലൻറ്റുമൊക്കെ പരിശോധിച്ചാൽ അത് എത്രയോ വലുതാണ് എന്ന് നമുക്ക് കുറച്ചൊക്കെ ഊഹിച്ചാൽ, ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഇതേ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മീയ ജീവിതത്തിൽ നമുക്കൊന്ന് കണ്ണോടിച്ച് വിശുദ്ധരെ രൂപപ്പെടുത്തിയ അണിയറയിലെ തിരശീലയ്ക്ക് പുറകിലെ ആ വിശുദ്ധ കലാകാരന്മാരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും വിശുദ്ധിയും വിശുദ്ധ ജീവിതവും ഒരിക്കലും ഒരു നാടകമോ സിനിമയോ ഒന്നുമല്ല, അത് പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ്. ഈ പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിൽ അനേകം വിശുദ്ധർ കത്തോലിക്ക തിരുസഭയ്ക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ലോകം മുഴുവനും മാതൃക നൽകുന്ന അനേകം പുണ്യാത്മാക്കൾ ഈ ഭൂമിക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ അതിനായി അധ്വാനിച്ചിട്ടുള്ള ഒത്തിരിയേറെ വിശുദ്ധരായ മാതാപിതാക്കളുണ്ട്. അവരെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടേ? അവരെക്കുറിച്ചും നമ്മളൊന്ന് അറിയണ്ടേ? തീർച്ചയായും ഒരു കുടുംബത്തെ കുടുംബമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ തിരുക്കുടുംബമാക്കി മാറ്റാൻ, വിശുദ്ധ കുടുംബമാക്കി മാറ്റാൻ, കുടുംബങ്ങളിൽ വിശുദ്ധർ വിരിയിക്കപ്പെടുവാൻ, തീർച്ചയായും വിശുദ്ധ കുടുംബങ്ങളെ വിശുദ്ധ കുടുംബങ്ങളാക്കി മാറ്റിയ, അല്ലെങ്കിൽ വിശുദ്ധരെ വാർത്തെടുത്ത മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിശുദ്ധനായിരിക്കുന്ന ചാവറ പിതാവിനെ നമ്മളെല്ലാവരും അറിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധരായ മാതാപിതാക്കളെ നമ്മൾ അറിയുമോ? വിശുദ്ധ അൽഫോൻസാമയെ നമ്മളെല്ലാവരും അറിയും. എന്നാൽ അൽഫോൻസാമയിലേക്ക് വിശുദ്ധി നിക്ഷേപിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത, പ്രാർത്ഥനയുടെ വിത്തുപാകിയ അൽഫോൻസാമയുടെ അപ്പച്ചനെയും അമ്മയെയും നമ്മൾ അറിയുമോ? ഇതുപോലെ മദർ തെരേസ എന്ന ലോകം മുഴുവനും ഹൃദയത്തിലേറ്റിയ വലിയൊരു വിശുദ്ധാത്മാവിനെ നമ്മളെല്ലാവരും അറിയും. എന്നാൽ വിശുദ്ധ അൽഫോൻസാമയുടെ അമ്മ, അറിയപ്പെടാത്ത ആ പുണ്യാത്മാവിനെ, വിശുദ്ധയെ നമുക്ക് പരിചയമുണ്ടോ? ഫ്രാൻസിസ് അസീസിയെ നമ്മളെല്ലാവരും അറിയും. അദ്ദേഹത്തിൻ്റെ അമ്മയെ നമുക്ക് പരിചയമുണ്ടോ? ഫ്രാൻസിസ് സേവ്യറെ നമ്മളെല്ലാവരും അറിയും. അദ്ദേഹത്തിൽ പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ വിത്ത് വിതച്ച അമ്മയെ നമുക്ക് പരിചയമുണ്ടോ? ഇങ്ങനെ കത്തോലിക്ക തിരുസഭയിലെ ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ വിശുദ്ധരെ വിരിയിപ്പിച്ച, വിശുദ്ധരിൽ വിശുദ്ധി വിരിയിപ്പിച്ച വിശുദ്ധരായ മാതാപിതാക്കളെ നമുക്ക് പരിചയമുണ്ടോ? ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഏതാനും ചില വിശുദ്ധരെയും ആ വിശുദ്ധരായ വ്യക്തികളുടെ വിശുദ്ധ മാതാപിതാക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ വിശുദ്ധാത്മാക്കളും തീർച്ചയായും സന്യസ്തരോ സമർപ്പിതരോ പുരോഹിതരോ ഒക്കെയാണ്. എന്നാൽ പ്രത്യേകം ഓർക്കുക, ഒരുപക്ഷേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചിന്ത, സന്യാസ ആശ്രമത്തിലെ പരിശ്രമങ്ങളിലൂടെ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ അനേകരെ വിശുദ്ധരായി മാറുന്നുവെന്ന്. തീർച്ചയായും സന്യാസ ആശ്രമത്തിലെ പരിശീലനങ്ങളും പരിശ്രമങ്ങളും, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെടുന്ന പരിശീലനങ്ങൾ, അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠത്തിലോ ആശ്രമത്തിലോ ഒക്കെ നൽകപ്പെടുന്ന പരിശീലനങ്ങൾ ഒരു വ്യക്തിയെ
വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഒത്തിരിയേറെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ പ്രത്യേകം ഓർക്കുക, കുഞ്ഞുനാളിൽ തന്നെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന, സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യത്തെ, വിശ്വാസ പരിശീലനത്തെ, അതിൻ്റെ വിത്തുകളെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളെ അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ വിത്തിനു മുകളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്ന ദൗത്യം മാത്രമേ സന്യാസ പരിശീലനത്തിന് നിർവഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു വിശുദ്ധനെ, ഒരു വിശുദ്ധയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും സന്യാസ പരിശീലനത്തിലൂടെ, ആശ്രമത്തിലെ പരിശ്രമത്തിലൂടെ, കന്യാസ്ത്രീ മഠത്തിലെ പരിശീലനത്തിലൂടെ അനേകം വിശുദ്ധരുണ്ടാകുന്നുണ്ട്. എന്നാൽ ഓർക്കുക, അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിശുദ്ധിയിൽ വളരാനുള്ള അവസരമൊരുക്കുവാനുമാണ് ആശ്രമങ്ങൾക്കും മഠങ്ങൾക്കുമൊക്കെ സാധിക്കുക. നേരത്തെ തന്നെ മാതാപിതാക്കളിലൂടെ ലഭിച്ച, അല്ലെങ്കിൽ കുടുംബത്തിലൂടെ ലഭിച്ച വിശുദ്ധിയുടെ വിത്തുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾക്കാണ് ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് വിശുദ്ധി പ്രാപിക്കാനും വിശുദ്ധരാകാനും സാധിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി പറഞ്ഞതിൻ്റെ അർത്ഥം സന്യസ്തർക്കും പുരോഹിതർക്കും മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വിശുദ്ധരായി മാറാൻ സാധിക്കും. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വിശുദ്ധരായി മാറുവാനായിട്ട് സാധിക്കും. ലോകത്ത് ഇന്നുള്ള വിശുദ്ധാത്മാക്കളിൽ ഒരുപക്ഷെ പേര് പ്രഖ്യാപിക്കപ്പെട്ട, പേര് വിളിക്കപ്പെട്ട, ലോകം മുഴുവനും പ്രസിദ്ധരായിട്ടുള്ള, അൽത്താരയിൽ വണങ്ങപ്പെടുന്ന മുഴുവൻ വിശുദ്ധരുടെയും ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പേരും സന്യസ്തരാണ്, പുരോഹിതരാണ്, സമർപ്പിതരാണ് എന്നത് ശരി തന്നെ. എന്നാൽ അവർക്ക് മാത്രമല്ല വിശുദ്ധി പ്രാപിക്കാനുള്ള ക്ഷണമുള്ളത്, വിളിയുള്ളത്. നേരെ മറിച്ച് സകല മനുഷ്യർക്കും വിശുദ്ധി പ്രാപിക്കാനുള്ള വിളിയും ക്ഷണവുമാണ് കർത്താവ് ഈശോ മിശിഹ നൽകിയിട്ടുള്ളത്. എല്ലാവരെയും കർത്താവിത അതിലേക്ക് ക്ഷണിക്കുന്നു. മാത്രമല്ല എല്ലാ വിശുദ്ധരും യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്, അവരിൽ വിശുദ്ധിയുടെ വിത്ത് പാകപ്പെട്ടിരിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കുടുംബം വിശുദ്ധരെ വിരിയിപ്പിക്കുന്ന വിളനിലമായി മാറേണ്ടതിൻ്റെ ആവശ്യകത, കുടുംബം വിശുദ്ധരെ വിളയിപ്പിക്കുന്ന വിളനിലങ്ങളായി രൂപപ്പെടുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മദർ തെരേസ, നമുക്ക് ഓരോ വിശുദ്ധരെക്കുറിച്ചൊന്ന് കാണാൻ ശ്രമിക്കാം. വിശുദ്ധ മദർ തെരേസ ഇതാ ലോകത്ത് ഏറ്റവും അധികം ഈ കാലയളവിൽ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രസിദ്ധയായിത്തീർന്ന വിശുദ്ധാത്മാവ്. എങ്ങനെയാണ് മദർ തെരേസ എന്ന വലിയൊരു വിശുദ്ധ ഈ ഭൂമിയിലേക്ക് സമ്മാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ തിരുസഭയ്ക്കായി സമ്മാനിക്കപ്പെട്ടത്? ആ ചരിത്രം ഒന്ന് പരിശോധിക്കാം. യുഗോസ്ലാവിയയിൽ അൽബേനിയൻ വംശജരായ മാതാപിതാക്കൾ ആണ് മദർ തെരേസായുടെ മാതാപിതാക്കൾ. മദർ തെരേസായുടെ അപ്പച്ചൻ 45-ാം വയസ്സിൽ മരണമടയുകയാണ്. അദ്ദേഹം ഒരു മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയിരുന്നു. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ വിഷം കൊടുത്തു കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ, മദർ തെരേസായുടെ അപ്പച്ചൻ. 45-ാം വയസ്സിൽ അദ്ദേഹം ഇതാ മരണമടയുന്നു. പിന്നീട് ആ കുടുംബം കഠിനമായ ദാരിദ്ര്യത്തിലേക്ക് നിബന്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. ഇദ്ദേഹത്തിനൊരു നല്ല വലിയ സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സുഹൃത്തുക്കൾ അത് വഞ്ചിച്ച് ഇവരിൽ നിന്ന് അത് എടുക്കുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന കുടുംബം. പിന്നീട് മദർ തെരേസായുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് തുണിമില്ലിലൊക്കെ പോയി ജോലി ചെയ്ത് ഒത്തിരിയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ സഹിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ പരിശ്രമിക്കുന്നതായി നമ്മൾ കാണുക. എന്തായാലും പ്രിയപ്പെട്ടവരെ, എത്രമാത്രം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും, എത്രമാത്രം ദുഃഖത്തിലൂടെയും നൊമ്പരങ്ങളിലൂടെയും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും ഈ അമ്മ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ, ദരിദ്രരെ, അഗതികളെ, രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഇതൊക്കെ ഈ മദർ തെരേസ എന്ന കുഞ്ഞു ഹൃദയത്തിലേക്ക്, മദർ തെരേസ എന്ന വ്യക്തിയുടെ കുഞ്ഞു ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഈ നന്മകളൊക്കെ സ്വാംശീകരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഏതെങ്കിലും ദരിദ്രർ വന്ന് ഈ അമ്മയുടെ മുൻപിൽ കൈ നീട്ടുമ്പോൾ, മദർ തെരേസായുടെ അമ്മയ്ക്ക് മുൻപിൽ കരം നീട്ടുമ്പോൾ ആ കരം നിരാശയോടെ മടക്കേണ്ടതായി ഒരിക്കലും വന്നിട്ടില്ല. ചിലപ്പോഴൊക്കെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോലും ഈ ദരിദ്രരായ വ്യക്തികൾക്ക്
ഭക്ഷണം എടുത്തു കൊടുത്ത് അവരുടെ വിശപ്പടക്കുവാനൊക്കെ ഈ അമ്മ പരിശ്രമിച്ചിരുന്നതായി ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രായമായവരോട് പ്രത്യേക കരുണ കാണിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു കുഞ്ഞു മദർ തെരേസായുടെ അമ്മ. ഇതാ വളരെ പ്രായമുള്ള ഒരു സ്ത്രീയെ സ്ഥിരമായി സഹായിക്കാനായി ഈ അമ്മ പോയിരുന്നു. പ്രത്യേകിച്ച് ആ വീട് മുഴുവൻ അടിച്ചു വൃത്തിയാക്കുക, ആ പ്രായമായ അമ്മ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ആ സാധു സ്ത്രീയുടെ വീട് മുഴുവൻ അടിച്ചു വൃത്തിയാക്കുക, വസ്ത്രം അലക്കി കൊടുക്കുക, അത്യാവശ്യത്തിന് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുക, മരുന്ന് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പ്രായമായ അമ്മൂമ്മയെ ഈ അമ്മ സഹായിച്ചിരുന്നു. അപരിചിതയായ ഈ സ്ത്രീയെ സ്ഥിരമായി മരണം വരെയും സഹായിച്ചിരുന്നു. ഇതുപോലെ പാവപ്പെട്ട മറ്റൊരു സ്ത്രീയെ ആരോരും അറിയാതെ ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ച് സാമ്പത്തികമായും മറ്റു രീതിയിലുമൊക്കെ സഹായിച്ചിരുന്നു. ആഴ്ചയുടെ അവസാന ദിവസം അല്ലെങ്കിൽ അവധി ദിവസം കിട്ടുമ്പോൾ ജോലിയില്ലാത്ത ദിവസം നോക്കി കുഞ്ഞുങ്ങളെയും കൊണ്ട് രോഗി ശുശ്രൂഷ നടക്കുന്ന ആലയങ്ങളിലേക്ക് അല്ലെങ്കിൽ രോഗികൾ കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവിടെ ശുശ്രൂഷയ്ക്കായി സമയവും ആരോഗ്യവും അധ്വാനവും ഒക്കെ ചിലവഴിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ അമ്മയുടെ കൂടെ എന്നും ഇത്തരം കാര്യങ്ങളിൽ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാനൊക്കെ വന്നിരുന്ന മദർ തെരേസായുടെ കുഞ്ഞു ഹൃദയത്തിൽ ഈ വിശുദ്ധിയുടെ സൽ മാതൃകകൾ മുഴുവനും അല്ലെങ്കിൽ അമ്മ പകർന്ന വിശുദ്ധിയുടെ വിത്തുകൾ മുഴുവനും ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കുകയായിരുന്നു. അമ്മ പകർന്ന സ്നേഹത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ, പരോപകാര പ്രവർത്തികളുടെ, സാമൂഹിക പ്രതിബദ്ധതയുടെ, സുവിശേഷ മൂല്യങ്ങളുടെ വിത്തുകൾ സ്വന്തം ഹൃദയത്തിലേക്ക് കുഞ്ഞു മദർ തെരേസ കുഞ്ഞുനാൾ മുതൽ തന്നെ സ്വീകരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പിന്നീട് ആ കുഞ്ഞു മദർ തെരേസ പ്രായമായ മഠത്തിൽ ചേർന്ന് അതിനുശേഷം ഇതാ കൽക്കത്തായിലെ തെരുവോരങ്ങളിൽ തൻ്റെ ജീവനും ജീവിതവും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിച്ച് അവരുടെ ജീവിതത്തിലേക്ക് സ്നേഹവും സന്തോഷവും വാരി വിതറി അവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റി അവരെ ആശ്വസിപ്പിച്ച് അവരെ സ്വന്തം മക്കളെ പോലെ പരിചരിച്ചിരുന്ന വിശുദ്ധ മദർ തെരേസ, വിശുദ്ധയായി തീർന്ന മദർ തെരേസ കുഷ്ഠരോഗിയുടെ അഴുകി ദ്രവിച്ച കൈവിരലുകളും കൈകളുമൊക്കെ കർത്താവീശോ മിശിഹായുടെ ആണിപ്പഴുതുകളുള്ള കൈകളായി തിരിച്ചറിഞ്ഞ് ശുശ്രൂഷിക്കാൻ തയ്യാറായ വിശുദ്ധ മദർ തെരേസ, ക്ഷയരോഗി ചുമച്ചു തുപ്പുന്ന ചോര കർത്താവീശോ മിശിഹായുടെ തിരുരക്തമായി കണ്ട് അതിനെ കൈക്കുമ്പിളിൽ സ്വീകരിക്കാനും ആ വ്യക്തിയെ ശുശ്രൂഷിക്കാനുമൊക്കെ തയ്യാറായ വിശുദ്ധയായ മദർ തെരേസ. മദർ തെരേസായിൽ ഈ സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ സുവിശേഷ മൂല്യങ്ങൾ, പരസ്നേഹ പ്രവൃത്തി അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വിത്തുകളായി നിക്ഷേപിക്കപ്പെട്ടത് മദർ തെരേസായുടെ അമ്മയിൽ നിന്നായിരുന്നുവെന്ന് മദർ തെരേസായുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മദർ തെരേസ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ അമ്മയുടെ മടിത്തട്ടാണ് എൻ്റെ പ്രാഥമിക വിദ്യാലയം. എൻ്റെ അമ്മയുടെ മടിത്തട്ടാണ് എൻ്റെ പ്രാഥമിക വിദ്യാലയം. അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രാഥമിക പാഠങ്ങൾ ഞാൻ അഭ്യസിച്ചത്. അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രാഥമിക പാഠങ്ങൾ ഞാൻ പരിശീലിച്ചത്. ഇത് മദർ തെരേസായുടെ തന്നെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായിരിക്കുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്, ഭാരതസഭയിലെ വിശുദ്ധാത്മാവ്, ഭാരതസഭയ്ക്ക് ആദ്യമായി ഒരു ഏകദേശീയ സന്യാസ സഭയും സന്യാസിനി സഭയും സ്ഥാപിച്ച വിശുദ്ധനായിരിക്കുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. ഈ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് അദ്ദേഹത്തിൽ എങ്ങനെ ഈ വിശുദ്ധി വളർന്നുവെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അതിന് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ഞെട്ടി ഉണരുമ്പോൾ, കുഞ്ഞുനാളിലായിരിക്കുന്ന സമയത്ത് വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ഞെട്ടി ഉണരുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. തിരുഹൃദയത്തിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിലോ അതല്ലെങ്കിൽ കർത്താവീശോ മിശിഹായുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകൾ കുത്തി നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും ചിത്രം. സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും മുഖത്ത് നിന്നാണ് വിശുദ്ധനായിരിക്കുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് കുഞ്ഞു കുര്യാക്കോസ് വിശുദ്ധിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്, പ്രാർത്ഥനയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. പിന്നീട് കേരള കത്തോലിക്ക സഭയ്ക്ക്, ഭാരത കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ലോകം മുഴുവനും തന്നെയും ഈ
പ്രാർത്ഥനയുടെ വലിയ കൃപയുടെ നീർച്ചാലൊടുക്കാൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് സാധിച്ചുവെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ഈ പ്രാർത്ഥനയുടെ വിത്ത് ചാവറ പിതാവ് സ്വീകരിച്ചത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നായിരുന്നു. സ്വന്തം മാതാപിതാക്കളുടെ മുഖത്തിൽ നിന്ന് പ്രാർത്ഥന പഠിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്, സ്വന്തം മാതാപിതാക്കളുടെ മുഖത്തിൽ നിന്ന് പ്രാർത്ഥന പരിശീലിച്ച അഭ്യസിച്ച വിശുദ്ധനായിരിക്കുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുക, മക്കൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് പ്രാർത്ഥന പഠിക്കട്ടെ. മക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന പരിശീലിക്കട്ടെ. വൈകുന്നേരങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ ടി വി ഒക്കെ ഓഫ് ചെയ്ത് കർത്താവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ നിങ്ങൾ മുട്ടുകുത്തുക, കരങ്ങൾ വിരിച്ചു പിടിക്കുക, മക്കളെ ചേർത്ത് നിർത്തുക. മക്കൾ കാണട്ടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത്, മക്കൾ മനസ്സിലാക്കട്ടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം. അങ്ങനെ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രാർത്ഥനയുടെ വിത്തുകൾ പ്രവേശിക്കട്ടെ. പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്ന് മക്കളോട് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോവുക എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് സ്വയം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മാതൃക നൽകുക, സ്വയം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മാതൃക നൽകുക. അങ്ങനെ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രാർത്ഥനയുടെ വിത്തുകൾ പ്രവേശിക്കട്ടെ, മക്കൾ വിശുദ്ധരായി രൂപപ്പെടട്ടെ. വീണ്ടും ഇതാ അസീസിയിലെ ഫ്രാൻസിസ്. നമുക്കറിയാം, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അങ്ങനെ രണ്ടാം ക്രിസ്തുവായി അറിയപ്പെടുന്ന ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ അമ്മയോട് തീർച്ചയായും ഈ വിശുദ്ധ ജീവിതത്തിന് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ സ്ഥിരമായി അദ്ദേഹത്തോട് പറയാറുണ്ട്, സാധുക്കൾക്ക് ഭിക്ഷ നൽകുന്നത് ഈശോയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. ഈശോയ്ക്ക് വല്ല സമ്മാനം കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുൻപിൽ കാണുന്ന ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തികൾക്ക് നീ ഭിക്ഷ കൊടുക്കുക, സമ്മാനം കൊടുക്കുക. അപ്പോൾ നീ കൊടുക്കുന്നത് ഈശോയ്ക്ക് തന്നെയാണ് എന്ന് കുഞ്ഞുനാളിലെ ഈ അമ്മ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് എപ്പോഴൊക്കെയോ ജീവിതത്തിൽ ഒന്ന് താളം പിഴച്ച അനുഭവങ്ങൾ ഫ്രാൻസിസ് അസീസിക്ക് സംഭവിക്കുമ്പോൾ ഇതാ ഈ അമ്മയാണ്, ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വീണ്ടും അസീസി തൻ്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രാർത്ഥനയോടെ ഈ അമ്മ കാത്തിരുന്നു തൻ്റെ മകൻ്റെ തിരിച്ചു വരവിന് വേണ്ടി. ഇതുപോലെ തന്നെ വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ ജീവിതം പരിശോധിക്കുമ്പോഴും ഇതേ യാഥാർത്ഥ്യമാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുക. കുഞ്ഞുനാളിൽ അദ്ദേഹത്തിന് ലോലക് എന്ന ഒരു പേര് കൂടെ ഉണ്ടായിരുന്നു, ലോലക്. ഈ കുഞ്ഞു ലോലക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ 9 വയസ്സ് മാത്രം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക്, അല്ലെങ്കിൽ ലോലക്ക് എന്ന കുഞ്ഞു പയ്യന് 9 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അമ്മ മരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് പരിശീലനം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പച്ചനായിരുന്നു. ആ പരിശീലനത്തിൻ്റെ രീതി വായിച്ചാൽ തന്നെ നമുക്ക് കണ്ണുകളിൽ കണ്ണുനീര് വരും. കാരണം ഈ അപ്പച്ചൻ സ്വന്തം കുഞ്ഞിനെ എത്രയോ കരുതലോടെ പ്രാർത്ഥനയിൽ വളർത്തി. ഒരു ജപമാലയെടുത്ത് അതിൻ്റെ 2 അറ്റങ്ങളിൽ പിടിച്ച് ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് മുട്ടുകുത്തി അവർ ജപമാല ചൊല്ലുമായിരുന്നു. ബൈബിൾ എടുത്ത് 2 വശങ്ങളിൽ ഒരുമിച്ച് പിടിച്ച് അവർ ഒരുമിച്ച് ബൈബിൾ വായിക്കുമായിരുന്നു, ഒരുമിച്ച് പള്ളിയിൽ പോകുമായിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, പ്രാർത്ഥനയുടെ പരിശീലനം മുഴുവനും ഇതാ ഈ അപ്പനിൽ നിന്ന് കുഞ്ഞു ജോൺ പോളിന് അഥവാ ലോലക്കിന് ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല അമ്മ മരിച്ചതിന് ശേഷം മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ കൊണ്ടുപോയി നിർത്തി, മോനെ നിൻ്റെ അമ്മ ഇനി മുതൽ പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മറിയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മാതാവ് നിന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഈ മകനെ സമർപ്പിക്കുന്ന കുഞ്ഞു ലോലക്കിൻ്റെ അല്ലെങ്കിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, കുഞ്ഞു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പച്ചനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പനിൽ നിന്ന് കിട്ടിയ ഈ പ്രാർത്ഥന ചൈതന്യമാണ് പിന്നീട് ശക്തമായ മാതൃഭക്തിയിൽ അദ്ദേഹത്തെ വളർത്തുന്നതായൊക്കെ നമ്മൾ കാണുക. ഇങ്ങനെ ഏതൊരു വിശുദ്ധൻ്റെയും ജീവചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഒക്കെ പുറകിൽ വിശുദ്ധരായ ചില മാതാപിതാക്കളുള്ള വിവരം. നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധിയുടെ മാതൃക നൽകാൻ, പ്രാർത്ഥനയിൽ അവരെ വളർത്താൻ, വിശുദ്ധരാക്കി മാറ്റാൻ പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.